Hello, children. The new section that we are going to study is regulation of gene expression. Focus on that topic. Regulation of gene expression. Gene expression എന്ന് പറഞ്ഞാൽ എന്താ? The ability of any gene to express itself in the form of proteins that it produce. അല്ലേ? ഇപ്പം ഞാനൊരു പറയാണ് എ ജീൻ എക്സ്പ്രസ് ചെയ്യുന്നത് വെച്ചാൽ ഐ ഷുഡ് ബി ഏബിൾ ടു സീ ഇറ്റ് സെൽഫ്. ഇപ്പം ടോൾനെസ് ആണ് ഒരു ജീൻ. ടോൾനെസ് എക്സ്പ്രസ് ആയോ എന്ന് അറിയാൻ എന്താ ചെയ്യുന്നത്? ആ ഓർഗാനിസം ഷുഡ് ബി ടോൾ. അതിനാണ് നമ്മൾ ജീൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്, അല്ലേ? നൗ ബേസിക്കലി യു ടേക്ക് എനി ജീൻ എക്സ്പ്രഷൻ എന്ന് പറയുമ്പം ദ എബിലിറ്റി ഓഫ് ദാറ്റ് ജീൻ ടു ബി കൺവേർട്ടഡ് ഇൻ ടു RNA ആൻഡ് ദെൻ RNA ഇൻഫർമേഷൻ ബീങ് ട്രാൻസ്ഫേർഡ് ഇൻ ടു പ്രോട്ടീൻ ആൻഡ് ദോസ് പ്രോട്ടീൻ പെർഫോമിങ് ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഇൻ ദ ബോഡിയാണ് ജീൻ എക്സ്പ്രഷൻ. അപ്പോൾ റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എബിലിറ്റി ഓഫ് എ സെൽ ടു കൺട്രോൾ ഓർ റെഗുലേറ്റ് വാട്ട് പ്രോട്ടീൻസ് ഇറ്റ് മേക്സ് ഫ്രം DNA. ഇപ്പം നിങ്ങളുടെ ബോഡിയിൽ പലതരം സെൽസ് ഉണ്ട്. വി ഹാവ് മസിൽ സെൽസ് ഇൻ ആ ബോഡി, വി ഹാവ് ഹാർട്ട് സെൽസ്, വി ഹാവ് റെഡ് ബ്ലഡ് സെൽസ്, വി ഹാവ് ഇൻറ്റസ്റ്റൈനൽ സെൽസ് ഉണ്ട്, യുവർ സ്കിൻ സെൽസ് ആർ ദെയർ, യുവർ റെറ്റിനൽ സെൽസ് ആണ്. അങ്ങനെ പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൽസ് ആർ ദെയർ. ഇങ്ങനെ പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൽസ് എന്ന് പറയാൻ കാരണം എന്താണ്? They are different in their shape, they are different in their size, and also different also based on the function that they perform. അല്ലേ? Different types of cells based on the different types of function that they perform. പക്ഷേ ഇവരിൽ എല്ലാവരിലുള്ള DNA എടുത്താൽ അല്ലെങ്കിൽ അവരുടെ എല്ലാ ക്രോമോസോം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എവറി സിംഗിൾ ക്രോമോസോം ഇൻ എവറി സിംഗിൾ ടൈപ്പ് ഓഫ് സെൽ ഇസ് എക്സാക്ട്ലി സിമിലർ ടു ഈച്ച് അതർ. നിങ്ങളുടെ ബോഡിയിലുള്ള ഏത് സെല്ലെടുത്താലും എവിടെ നിന്നുള്ള സെല്ലെടുത്താലും ആ എല്ലാ സെല്ലിലുമുള്ള ക്രോമോസോംസ് എക്സാക്ട്ലി സിമിലർ ടു ഈച്ച് അതർ ആയിരിക്കും. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ചില സെല്ല് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ചില സെല്ല് ബ്ലഡ് സെൽസ് ഉണ്ടാക്കുന്നു, ചില സെൽസ് നെർവ് സെൽസ് ഉണ്ടാക്കുന്നു, ചിലത് സ്കിൻ സെൽസ് ഉണ്ടാക്കുന്നു? അങ്ങനെ ഡിഫറൻസ് വരുന്നത് എങ്ങനെയാണ്? The difference in this kind of function that each cell perform is mainly because of regulation of gene expression. ഏത് സെല്ലിൽ ഏത് ജീനാണ് എക്സ്പ്രസ് ചെയ്യേണ്ടത് എന്ന് റെഗുലേറ്റ് ചെയ്യുന്നത്, അതായത് കൺട്രോൾ ചെയ്യുന്നതാണ് റെഗുലേഷൻ ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങളുടെ മസിൽ സെൽസിൻ്റെ ഫങ്ഷൻ എന്തായിരിക്കണം? ആ മസിൽ സെൽസിൻ്റെ മസിലിന് വേണ്ടിയുള്ള പ്രോട്ടീൻ ഉണ്ടാക്കുന്ന ചില ഒരു ജീൻസ് ഉണ്ടാവും. ആ ജീൻസ് മാത്രമേ ആ ഒരു ക്രോമോസോമിൽ ഫങ്ഷനിങ് ആയിരിക്കുള്ളൂ. ഓക്കെ, ഇപ്പം നിങ്ങളുടെ ഐ സെൽ എടുത്തു കഴിഞ്ഞാൽ കണ്ണിന് വേണ്ടിയുള്ള ജീൻസ് ഏതൊക്കെയാണോ അത് മാത്രമേ എക്സ്പ്രസ് ആവത്തുള്ളൂ. യു ടേക്ക് ദ 2 മീറ്റർ ലോങ് DNA. ആ DNA പല ജീൻസ് ഉണ്ട്. ആ പല ജീൻസും പെർഫോമിങ് ഡിഫറെൻറ്റ് ഫങ്ഷൻസ്. അപ്പോൾ ഓരോ സെല്ല് എടുത്തു കഴിഞ്ഞാൽ ആ സെല്ല് പെർഫോം ചെയ്യേണ്ട ഫങ്ഷൻ എന്താണോ അതനുസരിച്ചുള്ള ജീനായിരിക്കും ഓരോ സെല്ലിലും എക്സ്പ്രസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണ്? അതിനെ ആ റെഗുലേറ്റ്, അതായത് ഇന്ന സെല്ല് ഇന്ന ജീൻ മാത്രമേ എക്സ്പ്രസ് ചെയ്യാൻ പാടുള്ളൂ എന്നാൽ കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണ്? ഹൗ ഇസ് ദിസ് റെഗുലേഷൻ ആൻഡ് ദിസ് കൺട്രോൾ മെയിൻറ്റെയിൻ ആൻഡ് പെർഫോംഡ്? അതാണ് ഈ സെക്ഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, യു ടേക്ക് എനി ക്രോമോസോം. There will be structural gene present in them and there will be regulatory genes present in them. സ്ട്രക്ചറൽ ജീൻ എന്താ നിങ്ങൾക്കറിയാം? ദ ജീൻ വിച്ച് കോഡ്സ് ഫോർ എനി പോളിപെപ്റ്റൈഡ്, അതാണ് സ്ട്രക്ചറൽ ജീൻ. ദർ ആർ അറൗണ്ട് 20,400 ജീൻസ് ഇൻ ദം ആൻഡ് ഇറ്റ് ഈസ് ഓൺലി 2% ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് ജീൻസ് പ്രസൻറ്റ്. ഓൺലി 2%. അപ്പോൾ ബാക്കി എന്താ ചെയ്യുന്നത്? ആൻഡ് റിമൈനിങ് റെഗുലേറ്ററി ജീൻസ്. ഈ സ്ട്രക്ചറൽ ജീനിന് മുകളിലേക്കും താഴേക്കുമായിട്ട് ദർ ഇസ് സംതിങ് കോൾഡ് ആസ് റെഗുലേറ്ററി ജീൻസ് ആൻഡ് റെഗുലേറ്ററി സീക്വൻസസ്. ഈ റെഗുലേറ്ററി ജീൻസ് അല്ലെങ്കിൽ ഈ റെഗുലേറ്ററി സീക്വൻസ് ആണ് ഈ പർട്ടിക്കുലർ സ്ട്രക്ചറൽ ജീൻസ് ട്രാൻസ്ലേറ്റ് ആവണോ വേണ്ടയോ, എപ്പോഴാവാൻ പാടില്ല എന്നൊക്കെ തീരുമാനിക്കുന്നത് ഇവരാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇഫ് യു ടേക്ക് ദിസ് ആസ് എ സ്ട്രക്ചറൽ ജീൻ, സ്ട്രക്ചറൽ ജീനിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഈ റെഗുലേറ്ററി സീക്വൻസ് ഉണ്ടാവും. ഓക്കെ, ഈ റെഗുലേറ്ററി സീക്വൻസിൻ്റെ ഭാഗത്തായിട്ടാണ് നിങ്ങളുടെ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റുള്ള പ്രൊമോട്ടറൊക്കെ ഉള്ളത്. പ്രൊമോട്ടർ എന്താ നിങ്ങൾക്കറിയാലോ? അപ്പോൾ പ്രൊമോട്ടർ ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ ഈ റെഗുലേറ്ററി ജീൻ ഹെൽപ്പ് ചെയ്യണം. RNA പോളിമറേസ് വന്നിട്ട് പ്രൊമോട്ടറിലേക്കാണ് ബൈൻഡ് ചെയ്യേണ്ടത് ഫോർ ട്രാൻസ്ക്രിപ്ഷൻ. അപ്പോൾ അതിനൊക്കെ ഹെൽപ്പ് ചെയ്യണം റെഗുലേറ്ററി ജീൻസ് അല്ലെങ്കിൽ റെഗുലേറ്ററി സീക്വൻസസ്. അതൊക്കെ എന്താണെന്ന് ഒരു എക്സാമ്പിൾ ഉപയോഗിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കും. ഈ റെഗുലേഷൻ അല്ലെങ്കിൽ ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ ഓഫ് റെഗുലേഷൻ വിൽ ബി ലേൺഡ് ഇൻ ദിസ് പോർഷൻ.
അതിന് മുമ്പ് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് കൈൻഡ് ഓഫ് റെഗുലേഷൻ ഇൻ എ സെൽ can either increase or decrease the production of a particular protein depending upon the need of the cell. ഇപ്പം ചില സമയത്ത് ചില പ്രോട്ടീൻസിൻ്റെ ആവശ്യം വളരെ കൂടുതലാണ്. അപ്പോൾ ആ സമയത്ത് കൂടുതൽ പ്രോട്ടീൻ ഉണ്ടാക്കാനായിട്ട് റെഗുലേഷനിലൂടെ പോസിബിളാണ്. സംടൈംസ് ദർ ഇസ് നോ നീഡ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ പ്രോട്ടീൻ ഇൻ ദ ബോഡി. സോ വാട്ട് ഹാസ് ടു ബി ഡൺ? ദാറ്റ് gene or that protein synthesis has to be regulated. അതിൻ്റെ റെഗുലേഷൻ കുറയ്ക്കണം, അതിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കണം. ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നീഡ് ഓഫ് ദ സെൽ. ഇപ്പോൾ നിങ്ങൾ ഇൻസുലിൻ എടുക്കുക. ഓക്കെ, വെൻ യു ആർ ഈറ്റിംഗ് ഫുഡ്, ഇമ്മീഡിയറ്റ്ലി ദ ഗ്ലൂക്കോസ് കോൺസെൻട്രേഷൻ ഇൻ യുവർ ബ്ലഡ്സ് ഇൻക്രീസസ്. നിങ്ങളുടെ ബ്ലഡിലുള്ള ഗ്ലൂക്കോസിൻ്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ആവും. ദാറ്റ് ക്യാൻ ബി റെക്കഗ്നൈസ്ഡ് ബൈ ദ റെഗുലേറ്ററി ജീൻസ് പ്രസൻറ്റ് on the regulatory genes flanking the insulin structural gene for insulin. ഓക്കെ, ആ റെഗുലേറ്ററി ജീൻസ് സെൻസ് ചെയ്യും, ഓക്കെ ഗ്ലൂക്കോസിൻ്റെ എമൗണ്ട് കൂടി, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടണം. അപ്പോൾ ഇമീഡിയറ്റ്ലി അവരെന്ത് ചെയ്യും? ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയുള്ള ഫർദർ ആക്ഷൻസ് എടുക്കും. Now suppose when you are fasting, there is no need of insulin. നമ്മുടെ ബോഡിയിൽ ചുമ്മാ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇൻസുലിൻ എന്ന് പറഞ്ഞാൽ ഒരു റിസർവർ പോലെയാണ്. ഒരുപാട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അങ്ങ് തീർന്നു പോകും, പിന്നെ നമുക്കത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഡയബറ്റീസ് ഒക്കെ ഒരുപാട് പേരിൽ ഉണ്ടാകുന്ന കാരണം ഇൻസുലിൻ ഇല്ലാത്തതുകൊണ്ട്. So we have to produce insulin only when required. And when you are fasting or when you are not eating food, there is no requirement of insulin in the blood, or there is no requirement of very much large amount of insulin in the blood. So at that time what happens is the production of insulin has to be brought down. അതാണ് ഇവിടെ പറയുന്നത്. ത്രൂ റെഗുലേഷൻ a cell can increase or decrease the production of a particular protein depending upon the need. Example is insulin production. അപ്പോൾ റെഗുലേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ബോഡിയിലുള്ള എല്ലാ സെൽസിലും ഉള്ള ക്രോമോസോം ആർ ഐഡൻറ്റിക്കൽ, എക്സാക്ട്ലി സെയിം ടു ഈച്ച് അതർ. പക്ഷേ ഓരോ സെല്ലിലും ഏത് ജീനാണ് എക്സ്പ്രസ് ആവേണ്ടത്, അല്ലെങ്കിൽ ഏത് ജീനാണ് ട്രാൻസ്ലേറ്റ് ആയിട്ട് പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യേണ്ടതെന്ന് കൺട്രോളിലാണ്, ഒരു റെഗുലേറ്റഡ് മാനറിലാണ്. എല്ലാ ജീൻസും എല്ലാ സെൽസിനും പ്രൊഡ്യൂസ് ആയി കഴിഞ്ഞാൽ ദർ ഇസ് എ ഹാവോക്ക് ഇൻ ദാറ്റ്. ഓക്കെ, അപ്പം മസിൽ സെൽസിൽ അതിന് കോൺട്രാക്ഷൻ ആവശ്യമുള്ള പ്രോട്ടീൻസ് മാത്രം സിന്തസൈസ് ചെയ്താൽ മതി. ഇൻറ്റസ്റ്റൈനൽ സെൽസിൽ ഈ ഡൈജഷൻ നടക്കാനുള്ള എൻസൈംസ് മാത്രം പ്രൊഡ്യൂസ് ചെയ്താൽ മതി. സ്കിൻ സെൽസിൽ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഓയിൽ ഗ്ലാൻസ് അതിൻ്റെ ആവശ്യമായ സെൽസ് മാത്രം പ്രൊഡ്യൂസ് ചെയ്താൽ മതി. അങ്ങനെ ഓരോ സെൽസിനും അതിൻ്റേതായ ഫംഗ്ഷൻ അനുസരിച്ചിട്ടുള്ള പ്രോട്ടീൻസ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുള്ളൂ. അങ്ങനെയാണ് റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. Okay, let us understand this entire process of regulation of gene expression using a very typical example from prokaryotes. എന്നുവെച്ചാൽ ബാക്ടീരിയയിലുള്ള ഒരു ടൈപ്പ് ഓഫ് എക്സ്പ്രഷനാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ പേരാണ് ലാക് ഓപ്പറോൺ. ഇനി ഈ റെഗുലേഷൻ എന്ന് പറഞ്ഞ സംഭവം എവിടേക്കാണ് പോസിബിൾ? യു നോ അബൌട്ട് ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ ആൻഡ് ഓൾ ദ പ്രോസസ്സസ് വിച്ച് ഹാപ്പൻസ് ഇൻ ബിറ്റ്വീൻ, അല്ലേ? അപ്പോൾ ഇവിടേക്ക് എല്ലായിടത്തും നോക്കിക്കഴിഞ്ഞാൽ എവിടേക്കാണ് റെഗുലേഷൻ, ഇപ്പോൾ എവിടെ നിന്ന് വെച്ചാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുക? അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ. കൺട്രോൾ ക്യാൻ ബി റൺ അറ്റ് ദ ട്രാൻസ്ക്രിപ്ഷൻ ലെവൽ. എന്ന് വെച്ചാൽ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്ന സമയത്ത് നമുക്കൊരു കൺട്രോൾ ചെയ്യാം. വേണമെങ്കിൽ mRNA ഉണ്ടാവാണ്ട് നോക്കാം, അല്ലെങ്കിൽ സ്പീഡായിട്ട് mRNAൻ്റെ പ്രൊഡക്ഷൻ നമുക്കുണ്ടാവും നോക്കാം. പിന്നെ പ്രോസസ്സിംഗ് ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പ്ലൈസിങ്, ക്യാപ്പിംഗ് ആൻഡ് അഡ്ലൈഷലേഷനാണ് നമ്മുടെ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അവിടെ വച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ നല്ല സ്മൂത്തായിട്ട് നടക്കാം, അല്ലെങ്കിൽ അവിടെ വെച്ചിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. സ്റ്റോപ്പായിട്ട് വെച്ചാൽ ആ ഒരു പ്രോട്ടീൻ സിന്തസിസ് നടക്കാൻ പാടില്ലെങ്കിൽ നമുക്ക് അവിടെ വെച്ചിട്ട് അതിനെ സ്റ്റോപ്പ് ചെയ്യാം. ഓർ ട്രാൻസ്പോർട്ട് ഓഫ് mRNA ഫ്രം ന്യൂക്ലിയസ് ടു ദ സൈറ്റോപ്ലാസം. ന്യൂക്ലിയസിന് ട്രാൻസ്ക്രിപ്ഷൻ കഴിഞ്ഞിട്ട് സൈറ്റോപ്ലാസ്റ്റിലേക്കാണ് ട്രാൻസ്ലേഷൻ വേണ്ടി വരുന്നത്. ആ സമയത്ത് വേണമെങ്കിലും ഈ കൺട്രോൾ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. ഓർ ഡ്യൂറിങ് ട്രാൻസ്ലേഷൻ. ദിസ് ആർ ഡിഫറെൻറ്റ് ലെവൽസ് അറ്റ് വിച്ച് റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ ക്യാൻ ബി ഡൺ. സോ ദിസ് ഇസ് ഡിഫറെൻറ്റ് ലെവൽസ് ആർ പോസിബിൾ ഇൻ യൂകാരിയോട്സ്. പക്ഷേ പ്രോകാരിയോട്സിൽ ബേസിക്കലി ട്രാൻസ്ക്രിപ്ഷൻ ലെവലിൽ തന്നെ എല്ലാ റെഗുലേഷനും നടക്കുന്നുണ്ട്. അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. Lac operon was first discussed by Francis Jacob and Jacques Monod in the organism Escherichia coli. Okay, now lac operon, lac is a short form for lactose. എന്താണ്? lac is a short form of lactose. ഈ ഓപ്രോൺ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് in lac operon, if you see here, Z, Y and A,
These three are the structural gene. These three are structural gene which is polycistronic. It is polycistronic. Recall what is polycistronic. Polycistronic എന്ന് പറഞ്ഞാൽ എന്താണ്? These three genes, ഇവിടെ ഈ ബോക്സസ്, ഓരോ ബോക്സ് represents each kind of genes. Okay. These three genes code for three different enzymes, that is three different proteins, but they are transcribed into a single long mRNA. സിംഗിൾ ലോങ് mRNA ആണ്. ഈ ഒറ്റ mRNAയിൽ 3 ജീൻസിലുള്ള സീക്വൻസസ് ഉണ്ട്. അപ്പം സിസ്ട്രോൺ എന്ന് പറയുമ്പം a gene or sequence which codes for a polypeptide. Polycistronic എന്ന് പറയുമ്പം in a single mRNA there is code or sequences for 3 different enzymes. അതുകൊണ്ടാണ് polycistronic. As earlier I told you, this is prokaryotes. അതുകൊണ്ടാണ് polycistronic വന്നത്. So here LAC-Z, LAC-Y, LAC-A codes for 3 different enzymes and they make up the structural gene of the entire system. O here represents operator. O here represents the operator. It is this operator which controls the 3 different structural gene in as a single unit. ആ 3 സ്ട്രക്ചറൽ ജീനിനെയും ഒറ്റ യൂണിറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്നത് ഓപ്പറേറ്ററാണ്. ഈ ഓപ്പറേറ്ററാണ് എല്ലാം. ഓപ്പറേറ്റർ ഓൺ ആയാലും ഓഫ് ആയാലും അതനുസരിച്ചായിരിക്കും mRNA ഉണ്ടാവുക, ഉണ്ടാവാണ്ടിരിക്കുക. ഓക്കെ. നൗ ഹിയർ P is a promoter for operator. Promoter എന്ന് പറയുമ്പം the site where RNA synthesis begins. I here is the regulatory gene. I എന്ന് പറഞ്ഞാൽ അത് regulatory gene ആണ്. Regulatory gene, something which controls or regulates the synthesis of the structural gene. This regulatory gene produces a protein called as repressor protein. This regulatory gene produces a protein called as repressor protein. And the P here represents a promoter for this one particular repressor gene or regulatory gene. Okay. Now let us see the structural gene. LAC-Z produces a particular enzyme called as beta-galactosidase. LAC-Y codes for the enzyme permease and LAC-A codes for the enzyme transacetylase. So 3 different enzymes are there, but together they are the structural gene controlled by the operator. Now ഇതിലെല്ലാത്തിലും ഈ particular ഈ ഒരു സെറ്റപ്പ് ഇല്ലേ, ഇപ്പം ഇത്ര നേരം കണ്ടത്, പ്രൊമോട്ടർ, റെഗുലേറ്ററി ജീൻ, പ്രൊമോട്ടർ, ഓപ്പറേറ്റർ ആൻഡ് ദ സ്ട്രക്ചറൽ ജീൻ, ഈ കംപ്ലീറ്റ് സെറ്റപ്പിനെയാണ് നമ്മൾ ഓപ്പറോൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ. ഓപ്പറോൺ എന്ന് പറഞ്ഞാൽ ഇത്രയും ഈ ഒരു സെറ്റപ്പിനെയാണ് ഓപ്പറോൺ എന്ന് പറയുന്നത്. All right. Now in this operon, lactose acts as an inducer. Lactose acts as an inducer. ഈ ഓപ്പറോൺ ട്രാൻസ്ക്രൈബ് ചെയ്യപ്പെടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് കോൺസെൻട്രേഷൻ ഓഫ് ലാക്ടോസ് ആണ്. ഓക്കെ. ഇപ്പോൾ ഒരു ഓർഗാനിസം, ഒരു സെല്ലിനകത്ത് ലാക്ടോസ് ഉണ്ടെങ്കിൽ ദിസ് വിൽ ബി ആക്റ്റീവ്. ലാക്ടോസ് ഇല്ലെങ്കിലോ ദിസ് വിൽ ബി സ്വിച്ച്ഡ് ഓഫ്. ഒരു ലൈറ്റ് ഓൺ ആക്കും ഓഫ് ആക്കുന്നില്ല, നിങ്ങൾ സ്വിച്ച് ഇടും, സ്വിച്ച് ഓഫ് ആക്കും അല്ലേ. ആ സ്വിച്ച് ഇടുന്നതും സ്വിച്ച് ഓഫ് ആക്കാണ് ഇവിടുത്തെ സിഗ്നൽ. സ്വിച്ച് ഓൺ ആക്കണമെങ്കിലോ ലാക്ടോസ് ഉണ്ടാവണം, സ്വിച്ച് ഓഫ് ആക്കാനായിട്ടോ ലാക്ടോസ് ഉണ്ടാവാൻ പാടില്ല. Okay, this is the entire setup of LAC operon. I hope you have understood. These 3 are the structural gene. This is the operator, regulatory gene, and the P represents the promoter. Now, എന്താ ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ, usually in a normal condition, the entire LAC operon is switched off. It is switched off conditionലാണ് naturally ഉണ്ടാവുന്നത് normally. Okay, why that is, this regulatory gene codes for an mRNA which produces a regulatory protein or repressor protein. ഇവിടുത്തെ ജീന് ട്രാൻസ്ക്രൈബ് ആയിട്ട് mRNA ഉണ്ടാക്കും, കോൾഡ് ആസ് റിപ്രസർ mRNA. റിപ്രസർ mRNA. ഓക്കെ. ഇനി ഈ റിപ്രസർ mRNA ട്രാൻസ്ലേറ്റ് ആയിട്ട് ഒരു പ്രോട്ടീൻ ഉണ്ടാക്കും, കോൾഡ് ആസ് റിപ്രസർ പ്രോട്ടീൻ. ഈ റിപ്രസർ പ്രോട്ടീൻ എന്ത് ചെയ്യുന്നറിയോ? ദിസ് ഗോസ് ആൻഡ് ബൈൻഡ്സ് ടു ദ ഓപ്പറേറ്റർ സൈറ്റ്. ഇവർ പോയിട്ട് ഓപ്പറേറ്റർ സൈറ്റിൽ അങ്ങ് ബൈൻഡ് ആവും. ബിക്കോസ് ഓഫ് വിച്ച് now
ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് ദിസ് സ്ട്രക്ചറൽ ജീൻ ഇസ് നോട്ട് പോസിബിൾ. ഈ റിപ്രസർ പ്രോട്ടീൻ ഇവിടെ വന്ന് ബൈൻഡ് ആയതുകൊണ്ട് RNA പോളിമറേസിന് ഈ ഒരു പ്രൊമോട്ടർ സൈറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. പ്രൊമോട്ടർ സൈറ്റിലേക്ക് RNA പോളിമറേസ് ബൈൻഡ് ചെയ്താലല്ലേ നമ്മുടെ ഇനീസിയേഷൻ നടക്കുകയുള്ളൂ, ദാറ്റ് ഇസ് ഇനീസിയേഷൻ ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുകയുള്ളൂ. പക്ഷേ ഈ റിപ്രസർ പ്രോട്ടീൻ നമ്മുടെ ഓപ്പറേറ്റർ സൈറ്റിൽ പോയി ബൈൻഡ് ആയിരിക്കുന്നതുകൊണ്ട് RNA പോളിമറേസിന് ഈ ഒരു റീജിയൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല, ആൻഡ് ഹെൻസ് ഇറ്റ് ഇസ് നോട്ട് ഏബിൾ ടു ഇനിഷ്യേറ്റ് ട്രാൻസ്ക്രിപ്ഷൻ ബിക്കോസ് ഓഫ് വിച്ച് ദ സ്ട്രക്ചറൽ ജീൻസ് ആർ നോട്ട് ട്രാൻസ്ക്രൈബ്ഡ്. ഓക്കെ, നോർമലി ഒരു സെല്ലിനകത്ത് ഇതാണ് സിറ്റുവേഷൻ. ഇനി സപ്പോസ് ഐ ആം ഗ്രോയിങ് ഇഷ്ടിരീജിയ കോളൈ ഔട്ട്സൈഡ് ഇൻ എ സ്മോൾ മീഡിയം. ആ മീഡിയത്തിനകത്ത് അവരിൽ ഗ്ലൂക്കോസ് ഇല്ല. ഗ്ലൂക്കോസ് ആണല്ലോ ഏതൊരു ഓർഗാനിസം എടുത്തു കഴിഞ്ഞാൽ അവരുടെ എനർജി കറൻസി ഈ ഗ്ലൂക്കോസിനാണ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് എനർജി ഉണ്ടാക്കുന്നത് അല്ലേ. ഇപ്പോൾ സപ്പോസ് ദേ ഡു നോട്ട് ഹാവ് ഗ്ലൂക്കോസ്, ദേ ക്യാൻ ഡിപ്പെൻഡ് ഓൺ അതർ സോഴ്സസ്. ഫോർ എക്സാമ്പിൾ ലാക്ടോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്താൽ ഇറ്റ് ഗിവ്സ് ഗാലക്ടോസ് ആൻഡ് ഗ്ലൂക്കോസ്. ലാസ്റ്റ് ഇയർ ബയോമോളിക്യൂൾസ് നിങ്ങൾ പഠിച്ചാണ്. ഇറ്റ് ഇസ് എ ഡൈസാക്രൈഡ്. ലാക്ടോസ് ഇസ് എ ഡൈസാക്രൈഡ്. അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്താൽ അല്ലെങ്കിൽ അതിൻ്റെ ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് ഗാലക്ടോസ് ആൻഡ് ഗ്ലൂക്കോസ്. അപ്പോൾ ആ ഗാലക്ടോസിനെയും ഗ്ലൂക്കോസിനെയും നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റും ഫോർ ദ എനർജി പർപ്പസസ്. ഗ്ലൂക്കോസിനെ ഡയറക്റ്റ് ആയിട്ടും ഗാലക്ടോസിനെ പിന്നെയും ബ്രേക്ക് ഡൗൺ ചെയ്താൽ യു വിൽ ഗെറ്റ് ഗ്ലൂക്കോസ്. അങ്ങനെയും യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം സപ്പോസ് in the medium that I am growing Escherichia coli, glucose is not there and I am providing lactose to the medium. ആ Escherichia coliനെ ഗ്രോ ചെയ്യുന്ന മീഡിയത്തിലേക്ക് ഞാൻ ലാക്ടോസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പോൾ എന്ത് പറ്റും, നമുക്ക് പുതിയൊരു സംഭവം, നമ്മുടെ ലാക്ടോസ് നമ്മുടെ സൈറ്റിലെത്തി. ഓക്കെ, ഇത് ലാക്ടോസ്. Now this lactose will go and bind to the repressor protein. Lactose will go and bind to the repressor protein. When it binds to the repressor protein, some structural changes happens to the repressor protein such that it is removed from that site. It is removed from that site. എന്താണ്, ആ ഒരു മീഡിയത്തിലേക്ക് ഞാൻ ലാക്ടോസിനെ പ്രൊവൈഡ് ചെയ്യുമ്പം ഈ ലാക്ടോസ് സെല്ലിൻ്റെ അകത്ത് കയറിയിട്ട് ഈ ഒരു പർട്ടിക്കുലർ ജീനിൻ്റെ ഓപ്പറേറ്ററിൽ അറ്റാച്ച് ആയിരിക്കുന്ന റിപ്രസർ പ്രോട്ടീനിലേക്ക് പോയി ബൈൻഡ് ആവും. When lactose comes in contact with the repressor protein undergoes some kind of structural changes because of which it detaches from the operator region. Okay. അപ്പം നമ്മുടെ ലാക്ടോസ് ഉണ്ട്, വിച്ച് ഇസ് നത്തിങ് ബട്ട് ദ ഇൻഡ്യൂസർ. എല്ലാത്തിനെയും ഇൻഡ്യൂസ് ചെയ്യുന്നതാണ്. ഈ ഓപ്രോൺ സ്റ്റാർട്ട് ആവണോ ഓഫ് ആണോ എന്ന് ഇൻഡ്യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ലാക്ടോസ് റിപ്രസർ പ്രോട്ടീനിലേക്ക് ബൈൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഇറ്റ് ഡിറ്റാച്ചസ് ഇറ്റ് സെൽഫ് ഫ്രം ദ ഓപ്പറേറ്റർ സൈറ്റ്. അപ്പോൾ ഇപ്പോൾ എന്താണ്, ഓപ്പറേറ്റർ സൈറ്റ് ഫ്രീ ആണ്, ഇറ്റ് ഈസ് അവൈലബിൾ, ഇറ്റ് ഈസ് എക്സ്പോസ്ഡ്. നൗ ദ RNA polymerase can come and bind to it. RNA polymerase can come and bind to it and start reading the gene. അങ്ങനെ RNA polymerase വായിച്ച് പോകുമ്പം a new mRNA is produced which is the LAC-mRNA. ഈ മൂന്ന് ജീൻസിനെ വായിച്ചിട്ട് ഒരു LAC-mRNA പ്രൊഡ്യൂസ് ചെയ്യും. ഈ LAC-mRNA എന്ത് ചെയ്യും, ബീറ്റ ഗാലക്ടോസിഡേസ്. ട്രാൻസ്ലേഷൻ കഴിയുമ്പോൾ ബീറ്റ ഗാലക്ടോസിഡേസ്, പെർമിയേസ് ആൻഡ് ട്രാൻസ് അസറ്റൈലേസ് എന്ന് പറഞ്ഞ 3 ഡിഫറെൻറ്റ് പ്രോട്ടീൻസിനെ ട്രാൻസ്ലേഷൻ കഴിയുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് റെഡി. നോ ബീറ്റ ഗാലക്ടോസിഡേസ് വിൽ ബ്രേക്ക് ഡൗൺ ലാക്ടോസ് ഇൻടു ഗ്ലൂക്കോസ് പ്ലസ് ഗാലക്ടോസ്. അതാണ് ബീറ്റ ഗാലക്ടോസിഡേസിൻ്റെ ഫങ്ഷൻ. പെർമിയേസ് എന്ന് പറഞ്ഞാൽ പെർമിയേസ് ഇൻക്രീസ് ദ പെർമിയബിലിറ്റി. പെർമിയബിലിറ്റി എന്ന് പറയുമ്പം സെല്ലിൻ്റെ പുറത്ത് മീഡിയത്തിനടുത്താണല്ലോ ലാക്ടോസ് ഉള്ളത്. അപ്പം മീഡിയത്തിൽ നിന്ന് ഒരുപാട് ലാക്ടോസ് സെല്ലിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് ലാക്ടോസിനുള്ള ദ പെർമിയബിലിറ്റി ഓഫ് ദ സെൽ മെംബ്രെയിൻ ടുവേർഡ്സ് ലാക്ടോസ് ഇസ് ഇൻക്രീസ്ഡ്. ഒരുപാട് ലാക്ടോസ് സെല്ലിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ടുള്ള ആ പെർമിയബിലിറ്റി കൂട്ടാണ് പെർമിയസിൻ്റെ ഫംഗ്ഷൻ. ട്രാൻസ് അസറ്റൈലേസ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ട്രാൻസ്ഫറിങ് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഇവിടുന്ന് വേറെ സെല്ലിലേക്ക് കൊണ്ടുവരണോ, അല്ലെങ്കിൽ ചില നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണം, അല്ലെങ്കിൽ സ്ട്രക്ചറൽ ചേഞ്ചസിൽ എന്തെങ്കിലും ട്രാൻസ്ഫർ ചേഞ്ചസ് വരുത്തണമെങ്കിൽ അതാണ് ട്രാൻസ് അസറ്റൈലേസിൻ്റെ ഫങ്ഷൻ. ഓക്കെ, സോ അങ്ങനെ ലാക്ടോസിൻ്റെ പ്രസൻസ് ഉള്ളപ്പോഴത്തേക്കും നമ്മുടെ ഈ എൻറ്റയർ ഓപ്രോൺ ഇസ് സ്വിച്ച്ഡ് ഓൺ
It is switched on. The inducer comes and removes the repressor protein and hence switching on the operon, producing the 3 different enzymes required for the breakdown of lactose and for the usage of it. ഇതാണ് lac operon. Okay, lac operon is an example of inducible operon. Inducible operon. ഇൻഡ്യൂസ് ചെയ്യും, ലാക്ടോസിൻ്റെ പ്രസൻസ് കാരണം ഇൻഡ്യൂസ് ആയിട്ട് ഈ ഒരു ഓപ്രോൺ സ്വിച്ച്ഡ് ഓൺ ആയി ആൻഡ് ഹെൻസ് ഇറ്റ് പെർഫോംസ് എ ഫംഗ്ഷൻ. അതർവൈസ് ഇൻ അതർ കണ്ടീഷൻസ് വെൻ ലാക്ടോസ് ഇസ് ആബ്സെൻറ്റ് ദിസ് എൻറ്റയർ ഇഫ് ഗ്ലൂക്കോസ് ഇസ് പ്രസൻറ്റ് ആൻഡ് ഇവൻ ഇഫ് ലാക്ടോസ് ഇസ് പ്രസൻറ്റ്, ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ ഈ ഒരു ഓപ്രോണിൻ്റെ ആവശ്യമില്ല. ആ സമയത്ത് ഗ്ലൂക്കോസിനോട് ലാക്ടോസ് ഉണ്ടെങ്കിലും നമുക്ക് ഈ ഓപ്രോണിൻ്റെ ആവശ്യമില്ല. ആൻഡ് അറ്റ് ദാറ്റ് ടൈം ഇറ്റ് ഈസ് ഇൻ എ സ്വിച്ച്ഡ് ഓഫ് കണ്ടീഷൻ. Okay, it will depend, the cell basically depends upon glucose. Only when glucose is not there, it will use as lactose and another option for the production of glucose and hence energy. അപ്പോഴാണ് ഈ ഒരു entire operon system activate ആവുന്നത്. Okay. The operon that we just learned is an inducible operon. That is lac operon. It is normal situation. It is in a switched off condition. But the presence of an inducer switches it on. അതാണ് inducible operon. Now this tryptophan operon that we are going to discuss is a repressible operon. എന്ന് വെച്ചാൽ നോർമൽ കണ്ടീഷനിൽ ഇറ്റ് ഈസ് ഇൻ എ സ്വിച്ച്ഡ് ഓഫ് കണ്ടീഷൻ, ബട്ട് വെൻ റിക്വയർഡ് ഇറ്റ് ഈസ് ടു ബി സ്വിച്ച്ഡ് ഓഫ്. നോർമലി ഇറ്റ് ഈസ് കോൺസ്റ്റൻ്റ്ലി ഓൺ. ഇത് കോൺസ്റ്റൻ്റ്ലി ഇതിൻ്റെ mRNA സിന്തസിസും സ്ട്രക്ചറൽ ജീൻ സിന്തസിസും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ നൗ യു ഹാവ് ടു സ്വിച്ച് ഇറ്റ് ഓഫ് വെൻ റിക്വയർഡ്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഫോർ ദ സിന്തസിസ് ഓഫ് ദി പ്രോട്ടീൻ tryptophan, 5 different enzymes are required. We are naming these genes as A, B, C, D, coding for 5 different enzymes. Okay, these 5 different enzymes are constantly being produced at a single mRNA. And hence 5 different enzymes. Okay, എന്തുകൊണ്ടെന്ന് വെച്ചാൽ this repressor gene produces an mRNA which further is translated into a repressor protein. This repressor protein has some structural malfunction because of which it is inactive. ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന റിപ്രസർ പ്രോട്ടീൻ ഇനാക്റ്റീവ് ആണ്. അതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് ഏബിൾ ടു ബൈൻഡ് ടു ദ ഓപ്പറേറ്റർ സൈറ്റ്. ഇറ്റ് ഈസ് നോട്ട് ഏബിൾ ടു ബൈൻഡ് ടു ദ ഓപ്പറേറ്റർ സൈറ്റ്. അങ്ങനെ ഓപ്പറേറ്റർ സൈറ്റ് ഈസ് കോൺസ്റ്റൻ്റ്ലി അവൈലബിൾ ആൻഡ് ഇറ്റ് ഇസ് ഫ്രീ. So the transcription of the structural gene is happening without any problems and constantly tryptophan is being produced. Constantly tryptophan is being produced and accumulated in the cell. Okay, now a point reaches where there is enough tryptophan and you don't need any more further tryptophan. ഓക്കെ, ആവശ്യത്തിലധികം ഉണ്ട്, ഇനി കൂടുതൽ വേണ്ട. അപ്പോൾ നമ്മൾ ഈ ഓപ്രോൺ സ്വിച്ച് ഓഫ് ചെയ്യണം. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ദിസ് ട്രിപ്റ്റോഫാൻ ആക്ട്സ് ആസ് എ റിപ്രസർ എന്ന് പറയുമ്പം റിപ്രസറിൻ്റെ കൂടെ വർക്ക് ചെയ്യും. വൺ സച്ച് മോളിക്യൂൾ വിൽ നൗ ബൈൻഡ് ടു ദ ഇൻആക്റ്റീവ് റിപ്രസർ മോളിക്യൂൾ. നമ്മുടെ ഈ ട്രിപ്റ്റോഫാൻ, ഇത് നമ്മുടെ ട്രിപ്റ്റോഫാൻ ആണ് കേട്ടോ, ഞാൻ റെഡ് കളർ വായിക്കുന്നത്. ദിസ് ട്രിപ്റ്റോഫാൻ വിൽ നൗ ബൈൻഡ് ടു ദ ഇൻആക്റ്റീവ് റിപ്രസർ പ്രോട്ടീൻ. അങ്ങനെ റിപ്രസർ പ്രോട്ടീനായിട്ട് ട്രിപ്റ്റോഫാൻ ബൈൻഡ് ആകുമ്പോഴത്തേക്കും സ്ട്രക്ചറൽ ചേഞ്ചസ് നടക്കും ആൻഡ് ഇറ്റ് നൗ ബിക്കംസ് ആക്റ്റീവ് ആൻഡ് ഇറ്റ് ഗോസ് ആൻഡ് ബൈൻഡ്സ് ടു ദ ഓപ്പറേറ്റർ സൈറ്റ്. It goes and binds to the operator site. When it binds to the operator site, now the further production of the further transcription of mRNA is not possible. അങ്ങനെ mRNA transcribe ആയില്ലെങ്കിൽ 5 different enzymes are not formed. ആ enzymes form ആയില്ലെങ്കിൽ tryptophan form ആവുന്നില്ല. So hence now the operon has been switched off. Okay, so this is a repressible operon, tryptophan operon. Okay, I hope you understand. ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. റിപ്രസിബിൾ ഓപ്രോൺ ഇസ് ഇൻ നോർമൽ സ്റ്റേറ്റ് ഓൺ ആയിട്ടുള്ള ഓപ്രോൺ ആണ്, കോൺസ്റ്റൻ്റ്ലി ഓൺ ആണത്. ഓക്കെ, എന്ന് വെച്ചാൽ കോൺസ്റ്റൻ്റ്ലി mRNA is being synthesized. Now 5 different genes are there, each coding for 5 different enzymes. A single mRNA containing all the cistrons for these enzymes will further is translated into 5 different enzymes which together make the protein tryptophan. Now
when there is enough amount of tryptophan in the cell and no more further transcription or translation has to be done, what happens is the tryptophan goes and binds to the inactive repressor protein. When bounded to the inactive repressor protein, the repressor protein now becomes active and goes and binds to the operator site. When it binds to the operator site, further mRNA synthesis does not take place, and now the operon has been switched off. So this is about regulation of genes. This is very important for exam purpose. Lac operon important ആണ്, tryptophan operon important ആണ്. രണ്ട് operon നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. Okay, meet you in the next section.